ഈ അടുത്ത കാലത്ത് സാൻഡപ്പൻ ട്രാവലിസ്റ്റ സാൻഡപ്പനൊക്കെ നമ്മുടെ വീട്ടിലൊന്ന് വന്നായിരുന്നു, ഡിട്രോയിറ്റ് കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ സാൻഡപ്പൻ ഇങ്ങനെ 48 സ്റ്റേറ്റ്സ്, അമേരിക്കൻ മെയിൻലാൻഡിലുള്ള 48 സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്ന ഒരു യാത്രയിലാണ്. അപ്പം അത് ഓർത്തപ്പോഴാണ് ഞാനും അങ്ങനെ ഒരുപാട് അമേരിക്കയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ 48 സ്റ്റേറ്റ് അല്ലെ 50 സ്റ്റേറ്റ് കവർ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇനി ഏതൊക്കെ സ്റ്റേറ്റ് കുറേ നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റുകളെ നമുക്ക് ഒത്തിരി ഡ്രൈവ് ടൈമോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയൊന്നും കാണാനില്ല, അങ്ങനത്തെ ഇങ്ങനെ ഈ അമേരിക്കയിലെ അൺസീൻ ഏരിയാസ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് ഈ നെബ്രാസ്ക. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളുണ്ട്, പക്ഷേ ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നത് നെബ്രാസ്കയാണ്. അപ്പോൾ എനിക്ക് നെബ്രാസ്കയിൽ ഒന്ന് പോകാനായിട്ട് എന്താണ് അവിടെ കാണാനുള്ളതെന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നെബ്രാസ്ക എന്ന സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോതമ്പാണ്. ഗോതമ്പ് വയലുകൾ, അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് പഞ്ചാബ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ ഗോതമ്പ് വയലുകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം ബ്രെഡ് അങ്ങനത്തെ സംഭവങ്ങളായതുകൊണ്ട് ഗോതമ്പ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കയ്ക്ക് മുഴുവൻ ഗോതമ്പ് ഫീഡ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ്, ഒരു സംസ്ഥാനമായിട്ടാണ് നെബ്രാസ്കയെ കണക്കാക്കുന്നത്. പിന്നെ നെബ്രാസ്കയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഓമഹ. ഞാനൊന്ന് സെർച്ച് ചെയ്ത് അവിടെ എന്താണ് കാണാനുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേൾഡ്സ് ബെസ്റ്റ്, അതായത് വേൾഡ്സ് ബിഗസ്റ്റ് എന്ന് പറയാം. അതായത് ആനിമൽസിൻ്റെ എണ്ണവും കൂടുതൽ ലാൻഡ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏക്കർ സ്ഥലങ്ങളും ഉള്ളതും കൂടെ വെച്ച് ഇതിലും കൂടുതൽ ഒരുപാട് സ്ഥലമുള്ള സൂ ഉണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ വന്യജീവികളെ കാണാൻ പറ്റില്ല. അതേസമയം ഒരുപാട് വന്യജീവികൾ ഒരു ചെറിയ സ്ഥലത്ത് ഇട്ടിരിക്കുന്ന സൂകളും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വന്യജീവികൾ മൃഗങ്ങളെ കാണാനും മത്സ്യങ്ങളെ കാണാനും അത്യാവശ്യം നല്ല സൂ ഏരിയയും ഉള്ള കവർ ചെയ്യുന്ന ഒരു സൂ ആണ് ഓമഹായിലുള്ള ഓമഹ സൂ, അല്ലെങ്കിൽ ഹെൻറി ഡ്രൂലി സൂ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം, എങ്ങനെ അത് കാണണം. ഒരു ദിവസം കൊണ്ട് കാണാം, 2 ദിവസം കൊണ്ട് കാണാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് 2 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ദിവസത്തെ ടിക്കറ്റ് എടുത്താണ് പോയത്. അപ്പം വേൾഡ്സ് ബിഗസ്റ്റ് സൂ ഇൻ ദ ടോട്ടൽ ആനിമൽസ് ആൻഡ് ഏരിയ, അതാണ് ഹെൻറി ഡ്രൂലി സൂ, നെബ്രാസ്ക. പിന്നെ ഈ സൂവിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് ഡോം, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, പിന്നെ അക്വേറിയം വളരെ വലുതാണ്. പക്ഷേ ഇതിലും വലിയ അക്വേറിയം ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിൽ, അല്ലെ അറ്റ്ലാന്റ ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള അറ്റ്ലാന്റ സിറ്റിയിൽ ഉള്ള അക്വേറിയം ഒക്കെ ഇതിലും വലുതാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ബാഡ്. ഈ സൂവിനകത്ത് പോയി ഈ അക്വേറിയം കാണുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കൻ സഫാരി എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞങ്ങൾ നടന്നാണ് കണ്ടത്. ഒത്തിരി നടക്കാനുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു റോപ്പ് വേ റൈഡ് കിട്ടും, $7 എക്സ്ട്രാ കൊടുത്താൽ മതി. അതെടുക്കുക. അത് ആഫ്രിക്കൻ സഫാരിയുടെ കംപ്ലീറ്റ് മേളിൽ കൂടെ റോപ്പ് വേയിലിരുന്ന്, റോപ്പ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പോകുന്ന കയറ് വഴി പോകുന്ന നമ്മുടെ മലമ്പുഴയിലൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ടൈപ്പ് സംഭവത്തിൽ ഇരുന്ന് കാണാം. അത് വേർത്താണ്. പിന്നെ വിർച്വൽ റിയാലിറ്റി ഉണ്ട്, പിന്നെ അങ്ങനത്തെ ഓരോരോ, അതൊക്കെ അഡീഷണലി ചാർജബിൾ ആണ്. പിന്നെ ഐമാക്സ് തിയേറ്റർ ഉണ്ട്, 2 വീഡിയോ ഷോ ഉണ്ട്. അതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. 2 ദിവസം വേണ്ടി വരും അതിനൊക്കെ ആണെങ്കിൽ. ഇതല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ഓർഡറിൽ അങ്ങ് പോവുക. ഡെസേർട്ട് ഡോം ആണ് അവിടുത്തെ മേജർ അട്രാക്ഷൻ. 2ാമത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കവർ ചെയ്യുക. 3ാമത് അക്വേറിയം കവർ ചെയ്യുക. റോപ്പ് വേ റൈഡ് എടുത്ത് വേഗം ക്വിക്കായിട്ട് ആഫ്രിക്കൻ സഫാരിയുടെ മേളിൽ കൂടെ ഒക്കെ പോവുക. സിംഹങ്ങൾ, ആനകൾ, ജിറാഫ് എല്ലാത്തിനെയും കാണുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കുരങ്ങന്മാരുടെ ഒരു ഓറങ്കുട്ടൻ ഗൊറില്ലാസ് ഒക്കെ ഉള്ള ഒരു സംഭവമുണ്ട്, അത് കവർ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു ദിവസം കഴിഞ്ഞു. അത് സൂ ഓപ്പൺ ആവുന്നത് 10 AM to 4 PM വരെ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ കുട്ടികൾ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 4 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീയാണ്, അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ സൂവിൽ ഞങ്ങളൊന്ന് പോയി, ഞങ്ങൾ പിള്ളേരുമൊക്കെ ആയിട്ട് പോയി, ഫാമിലി ആയിട്ട് പോയി. ഇതെല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 1-2 കാര്യങ്ങൾ ടിപ്സായിട്ട് എനിക്ക് തരാനായിട്ട് പറ്റും. ഒന്ന്, ഈ വീഡിയോ കൂടുതലായിട്ട് താല്പര്യം വരാൻ പോകുന്നത്, ഒന്ന്, മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതായത് പല ടൈപ്പ് വന്യ മൃഗങ്ങളും മത്സ്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന ആനിമൽ ലവേഴ്സിന് ഇത് ഭയങ്കര നല്ലൊരു ഏരിയയാണ് ഇവിടെ പോകാനായിട്ട്. പിന്നെ 2ാമത്തെ കേസ്, ഇത് അമേരിക്കയിൽ താമസിക്കുന്നവർക്കായിരിക്കും കൂടുതൽ നെബ്രാസ്ക പോലത്തെ സ്ഥലത്തൊക്കെ പോകാനുള്ള മോട്ടിവേഷൻ. അത് ട്രാവലിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക്. കാരണം അല്ലെങ്കിൽ ന്യൂയോർക്ക്, ഇപ്പോൾ വിസിറ്റിങ്ങിനൊക്കെ വരുന്ന മലയാളികളാണെങ്കിൽ നമ്മൾ ആദ്യമേ ന്യൂയോർക്ക്, കാലിഫോർണിയ, ടെക്സസ്, ഫ്ലോറിഡ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട്
എത്രത്തോളം ആൾക്കാർക്ക് താല്പര്യം കാണുമെന്ന് അറിഞ്ഞുകൂടാ, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സൂ ഒക്കെ കാണാനായിട്ട്. ബട്ട് എനിവേ, നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരുപാട് ടിപ്സ് ഞാൻ തരാം. ഞാൻ 2 ദിവസത്തെ ടിക്കറ്റാണ് എടുത്തത്. 2 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ ദിവസം 50% ഓഫാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ദിവസമേ സമയമുള്ളൂ, അല്ലെങ്കിൽ പൈസ ലാഭിക്കാനും മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇത് ഏത് ഓർഡറിൽ കവർ ചെയ്യണമെന്നുള്ളത്. ഈ സൂവിൽ പല പല സെക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഡെസേർട്ട് ഡോം, ഇവിടെ മരുഭൂമി ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വലിയ ഒരു ഗ്ലാസ് ബിൽഡിങ്ങിനകത്ത്. മറ്റൊരെണ്ണം ലീഡ് ജംഗിൾ, ഇത് ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ശരിക്കുള്ള ചെടികളാണ്, ശരിക്കുള്ള പഴം, അതിനകത്തോട്ട് കയറുമ്പോൾ ഹ്യൂമിഡിറ്റി വരും. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റിനെ അതുപോലെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, നെബ്രാസ്ക എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയത്ത് നല്ല തണുപ്പുള്ള ഒരു സ്റ്റേറ്റാണ്, ചൂട് കാലത്ത് നല്ല ചൂടുള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷേ ഇത് ഈ 365 ദിവസവും ഈ സൂ ഓപ്പൺ ആയിട്ട് ഇതുപോലെ പ്രവർത്തിക്കുമ്പം അത് അത്ര ക്വാളിറ്റി ഉള്ള സൂ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സൂവിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സൂ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കണം. കാരണം ഇറ്റ് ഈസ് റിയലി വർത്ത് ഇറ്റ്. അപ്പോൾ വെൽക്കം ടു എക്സ്പ്ലോർ എക്സ്ട്രീംസ്. ഒരു കാര്യം ഓർത്തിരിക്കുക, യൂറോപ്യൻസ് ഒക്കെ പണ്ട് വളരെ എക്സ്പ്ലോറേഴ്സ് ആയിരുന്നു. നമ്മൾ അത്ര മുന്നിലല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പണ്ട് കച്ചവടത്തിന്റെ പേരിൽ പായ്ക്കപ്പലിലും മറ്റുമൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്ത് മറ്റു ലോകത്തിന്റെ എക്സ്ട്രീമിറ്റീസിൽ പോയി നമ്മളെപ്പോലെയൊക്കെ ഉള്ളവരെ ഭരിച്ചത്. ഇനി നമ്മളും എക്സ്പ്ലോറേഴ്സ് ആവണം. ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ എക്സ്ട്രീംസ് ഗൈസ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, രാവിലെ ഏറ്റ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത് കാണണം എന്നുണ്ടെങ്കിൽ രാവിലെ എത്തുക, സമയത്തെത്തുക, എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഡെസേർട്ട് ഡോം, അതായത് മരുഭൂമിയെ ആർട്ടിഫിഷ്യലായിട്ട് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്നാണ് കേട്ടത്. ഇതാണ് ഡെസേർട്ട് ഡോം. ഇവർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെസേർട്ടാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഡ്രൈ, അതായത് ഞാൻ പണ്ട് ഗൾഫിലൊക്കെ ആയിരുന്നപ്പോൾ ഉള്ള ഒരു ടൈപ്പ് സ്മെല്ലുണ്ട് ഈ ഡെസേർട്ടിന്. അത് കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മരുഭൂമി, ഒരു ഇച്ചിരി ചുമന്ന മണ്ണുള്ള മരുഭൂമിയാണ്. അപ്പോൾ ഒരുപാട് സമയം കളയാതെ ഇതൊക്കെ വേഗം ഈ ഡെസേർട്ടിലുള്ള സംഭവങ്ങളും മരുഭൂമിയിലുള്ള ആനിമൽസിനെയും പാമ്പിനെയും എല്ലാം ഒന്ന് കണ്ടു കേട്ട് അങ്ങ് പോവുക. എന്നിട്ട് ഇനിയും നമുക്ക് ഒരുപാട് കാണാനുണ്ട്, അത് മനസ്സിലിരിക്കട്ടെ. ഒരു ദിവസം കൊണ്ട് കാണാനാണെങ്കിൽ പിള്ളേരൊക്കെ ഒന്ന് വേഗം ക്വിക്കായിട്ട് എൻജോയ് ചെയ്ത് എല്ലാം ഒന്ന് ഒരു 45 മിനിറ്റ്സ് അല്ലെ ഒരു മാക്സിമം 1 അവർ ഈ ഡെസേർട്ട് ഡോമിനകത്ത് സ്പെൻഡ് ചെയ്യുക. അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. അപ്പോൾ നമ്മൾ ഡെസേർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, മരുഭൂമി കഴിഞ്ഞു. ഇനി അടുത്തത് കിങ്ഡം ഓഫ് ദ നൈറ്റ്. ഇത് ഡെസേർട്ട് ഡോമിനോട് അനുബന്ധിച്ച് തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഇവിടെ തന്നെ പോവുക. വേഗം അധികം സമയം കളയാതെ. ഇതിനകത്ത് മുഴുവൻ ഇരുട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന ജീവികളാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ ഈ കേവ് ഒക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സമയം കളയാനില്ല, ഇവിടെ ജസ്റ്റ് കാണുക. വീഡിയോ അധികം ക്യാപ്ചർ ചെയ്യാനും പറ്റില്ല, കാരണം ഈ കൂരിരുട്ടത്ത് എന്ത് ക്യാപ്ചർ ചെയ്യാനാണ്. വെള്ള കളറുള്ള മുതല, നമ്മുടെ വവ്വാലുകൾ മാത്രമല്ല, പകരം പല ടൈപ്പ് ആനിമൽസ് ഉണ്ട്. മുതലകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. രാത്രി കാലങ്ങളിൽ ഉണർന്നിരിക്കുന്നതാണ് ആനിമൽസിൽ. അടുത്തായി ഒരു അക്വേറിയം ഉണ്ട് ഈ സൂവിൻ്റെ പാർട്ടായിട്ട്. അപ്പം അതാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Tamin. Come up. Japanese giant spider crab. ഒരു അണ്ടർ വാട്ടർ ടണലാണിത് അക്വേറിയത്തിനകത്ത്. ഇതേ സെയിം സംഭവം ഞാൻ ഇതിനു മുമ്പ് ദുബായ് അക്വേറിയത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലാന്റയിലുള്ള ഒരു അക്വേറിയത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒട്ടും കുറവില്ല, ഇത് നല്ല അടിപൊളിയാണ്.
അപ്പോൾ പറഞ്ഞ പോലെ ഒരു 40-45 മിനിറ്റ് കൂടിപ്പോയ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഇതൊക്കെ കയറി കണ്ട് അങ്ങ് ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ദിവസത്തെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. പിന്നെ ഇത് ഇവിടുത്തെ മേജർ അട്രാക്ഷൻ അല്ല, പക്ഷേ ഈ അക്വേറിയത്തിൻ്റെ തൊട്ടടുത്താണ് നല്ല ഗൊറില്ലാസ്, ഓറങ്ങൂട്ടൻ, അങ്ങനത്തെ മങ്കീസിൻ്റെ ഒരു സെക്ഷനാണ്. അത് പിള്ളേർക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇച്ചിരി വീഡിയോസ് കാണിക്കാം, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ പോവുകയാണ്. അടിപൊളിയാണ്. സൂവിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനത്തെ സൂ ഡയറക്ടറി അല്ലെ ഒരു ഡയറക്ഷണൽ പോസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ്. എല്ലാം എവിടെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റും നമ്മുടെ ആഫ്രിക്കൻ ജംഗിൾ അല്ലെ സഫാരിയും കൂടെ ഒന്ന് കവർ ചെയ്യണമെന്നാണ്. പക്ഷെ അങ്ങോട്ടൊന്ന് എത്താൻ പറ്റണ്ടേ. ഇതൊക്കെയാണ് മനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പോൾ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സീ ലയൺസിൻ്റെ ഈ പോളാർ റീജിയൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങ് കണ്ട് അങ്ങ് പോവാണ്. പല സ്ഥലങ്ങളിലായിട്ട് ഇവരിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ടുണ്ട്. അതൊരു ഗ്രേറ്റ് പസഫിക് ഗാർബേജ്, നെബ്രാസ്കയിലും സൈസുള്ള പ്ലാസ്റ്റിക് കൂട്ടം ഇവിടെ അടിഞ്ഞു കൂടിയതായിട്ട്. സീ ലയൺ പസഫിക് കോസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഹാർബർ സീല് അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഉണ്ട്. ഒരു വിചിത്ര ജീവിയാണ്. പസഫിക് കോസ്റ്റ് ആ ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന സംഭവമാണ് സീ ലയൺ. ഇവിടെ ഇങ്ങനത്തെ സ്പേസസ് ഉണ്ട് ഒരു ഷോ നടത്താനായിട്ട്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാം, അവിടെ സീ ലയൺസിന്റെ എന്തെങ്കിലും എക്സിബിഷനൊക്കെ നടത്താം. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതൊന്നുമില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഈ അട്രാക്ഷൻസ് എല്ലാം കവർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ആഫ്രിക്കൻ സഫാരിയിലോട്ട് എത്തണം. ഞങ്ങളിവിടെ ഒരു വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ഉണ്ട് ഈ സൂവിൻ്റെ പാർട്ടായിട്ട്. അത് ചെയ്യാൻ കയറിയിരിക്കുക. ഞങ്ങൾ 3 പേരും 3 ഡിഫറെൻ്റ് ആണ് കാണുന്നത്. ഞാൻ കാണുന്നത് ഈ ഡൈനോസോർ എക്സ്പീരിയൻസ്, ലിയാന കാണുന്നത് ആ ക്രിസ്മസ്, ജേക്ക് കാണുന്നത് ആ ഗ്രേറ്റ് മൈഗ്രേഷൻ. ഉള്ള കാര്യം പറയാലോ, അത് അഡീഷണൽ ചാർജബിൾ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ പിള്ളേർ കുറച്ചൊക്കെ എൻജോയ് ചെയ്ത്, എന്നാലും വലിയ സംഭവമൊന്നുമില്ല, അതിലൊന്നും സമയം കളയാതിരിക്കുക. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ മെയിൻ അട്രാക്ഷൻസിൽ പറഞ്ഞ ആഫ്രിക്കൻ സഫാരി ഏരിയയിലെത്തി. സൂവിനകത്തൂടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഞാൻ തോന്നുന്നു ആ ട്രെയിൻ സ്റ്റേഷൻ ഇവിടുത്തെ ഒരു സൂവിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരുപാട് അഡ്വൈസ് തരുന്നുണ്ടെങ്കിലും ഒരേ ഒരു അഡ്വൈസാണ് തരുന്നതെങ്കിൽ ഈ റോപ്പ് വേക്ക് $7 കൊടുത്ത് അത് എടുത്തോളുക. ഞങ്ങളത് എടുത്തില്ല. അതിന് കുറേ നടന്ന് മടുത്തു, ഒരുപാട് നടന്ന് മടുത്തതും ഒരുപാട് സമയം പോയതും ഈ ആഫ്രിക്കൻ സഫാരിക്ക് വേണ്ടിയായിരുന്നു. അത് ആ റോപ്പ് വേ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നത്. കംപ്ലീറ്റ് കാണാം. കാണാൻ ഒരുപാടുണ്ട്, എന്നാലും ആൾക്കാർക്ക് കണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടെന്ന് അറിയൂട്ടോ. അതുകൊണ്ട് അധികം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നേരെ നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് മെയിൻ അട്രാക്ഷനിലോട്ട് പോകാം. അതായത് റെയിൻ ഫോറസ്റ്റ് സംഭവങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വാവ്, ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ്. ഇതിനകത്ത് ശബ്ദം നിങ്ങൾക്ക് കേൾക്കാതിരിക്കും, പക്ഷേ ഗന്ധം ശരിക്ക് നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, നമ്മുടെ കേരളത്തിൽ കൂടെയൊക്കെ ഉള്ള നല്ല കൊടും കാട്ടി കയറുമ്പോഴുള്ള ഗന്ധം.
ഹ്യൂമിഡിറ്റി നോക്കണേ, എൻ്റെ കണ്ണാടി ഫോഗിയായിപ്പോയി. ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ഈ ഡ്രൈ ടെമ്പറേച്ചറിൽ, ഈ കോൾഡ് ഇതിൽ നല്ല ചൂടും നല്ല ഹ്യൂമിഡിറ്റിയും ഇവർ ഇൻഡോറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സൂ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചില്ലറ കേസല്ല, നല്ല പണി അറിയാവുന്ന കാശ് മുടക്കിയുള്ള സംഭവമാണ്. വേറൊരു ബിൽഡിങ്ങിൽ കയറി അവിടെ ഡെസേർട്ടായിരുന്നു, ഇവിടെ കയറി ഇത് ട്രോപ്പിക്കൽ ഫോറസ്റ്റാണ്. വേറൊരെണ്ണത്തിൽ കയറി അവിടെ മൊത്തം ഈ കൂരിരുട്ടാണ്, ഇരുട്ട്, രാത്രി ആനിമൽസ്. ഇത് ഹൈലി റേറ്റഡ് ആണ്. നിങ്ങൾ ഓമഹ നെബ്രാസ്ക വരെ എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം എടുത്ത് ഫുൾ ഡേയ്സ് മാറ്റി വെച്ച് ഇത് ഫുള്ള് കാണും. ഈ ഓമഹ സൂവിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാവോ, ഇവിടെ ഒരു രീതിയിലുള്ള ഒരു ബാരിയറോ ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു വേലിയുണ്ട്. ഈ വേലിയുടെ അപ്പുറം ഫുള്ള് ബാറ്റ്സാണ്. ഇത് എൻ്റെ പുറകെ ഫുള്ള് ഇങ്ങനെ എൻ്റെ തലയുടെ മേളിൽ കൂടെ വേണേലും പറന്നു പോകാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ, ഒറിജിനൽ ചെടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ അല്ല, എവറിത്തിങ് നാച്ചുറൽ. ഇത് എന്ത് ഡിഫിക്കൽട്ട് ആയിരിക്കും ഇത് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. അങ്ങോട്ടൊന്നും കാണിക്കും. ആ കാണുന്ന ആ ചെടികൾ കണ്ടില്ലേ, ആ റൂഫ് വരെ പോയിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ കാണുന്ന ടൈപ്പ് ചെടികൾ. ഇതിവിടെ വളരുന്ന ചെടിയേ അല്ല. ഇത്രയും ചെടികൾക്ക് വേണ്ടി ആർട്ടിഫിഷ്യലി ക്ലൈമറ്റ് റെഡിയാക്കി, ഹ്യൂമിഡിറ്റി അവർക്ക് വേണ്ട എല്ലാ, റെയിൻ ഫോറസ്റ്റ്, അതായത് ബ്രസീലിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള ടൈപ്പ് ആ ഒരു ഫോറസ്റ്റിന് വേണ്ട എന്ത് എൻവറോൺമെൻ്റ് ആണോ, അതിലുള്ള മൃഗങ്ങൾക്ക് വേണ്ടത് എന്താണോ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര കാശ് മുടക്കി കാണുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിലും ബെറ്റർ ഒരു സൂ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ വാഴപ്പഴം വരെ ഉണ്ട്. പക്ഷെ പഴം ശരിക്കും അങ്ങ് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. കൈ നനയ്ക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ ഒട്ടുമല്ല. ഈ വള്ളികളിലൊക്കെ പായലും എല്ലാം ഉണ്ട്, എല്ലാം പ്രോപ്പറാണ്. ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിൽ ഇത് ഇവർ അടയ്ക്കാൻ പോവാണ്. ഞങ്ങൾ ലാസ്റ്റ് കറക്റ്റ് 3 മണിയായി ഇവിടെ, 4 മണിക്ക് ഈ സൂ അടയ്ക്കും. ഇന്ന് ഫുൾ ഡേ ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് 2 ദിവസം മസ്റ്റായിട്ട് വേണം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ വരുന്ന നമുക്ക് ഇത് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ലെങ്കിലും ഇതിൻ്റെ മഹത്വം അമേരിക്കയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്.
എനിക്കൊന്ന് ഏകദേശം പരിപാടികളൊക്കെ തീരാറായി. ഇനി അവസാനമായിട്ടൊരു ബട്ടർഫ്ലൈ അല്ല ഇൻസെക്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ബട്ടർഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സിൻ്റെ കേന്ദ്രം, അതിലേക്കും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ ചാർജ് ഏകദേശം തീരാറായി. ഇപ്പം ഞങ്ങൾ ബട്ടർഫ്ലൈ ആൻഡ് ഇൻസെക്ട്സിൻ്റെ ഒരു ഗ്രീൻ ഹൗസിനകത്താണ്. ഇവിടെ ഇപ്പം സ്ട്രോളർ അനുവദിക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലാരക്കുട്ടീനെ ബെറ്റി ഇപ്പോൾ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അധികം വീഡിയോസ് കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയില്ല. ഇത് എത്ര നേരം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എനിവേസ് നമുക്ക് ഇനി ഇതായിട്ട് മിസ് ചെയ്യരുതല്ലോ. പിന്നെ നമ്മളെ കോട്ടൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ബട്ടർഫ്ലൈസ് ഒന്നും നമ്മുടെ ബോഡിയിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളെ പുറത്ത് വിടുന്നത്. ആദ്യമേ കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ബട്ടർഫ്ലൈസ് നിങ്ങളുടെ ദേഹത്ത് വന്നിരുന്ന് അതിനെ തട്ടുവോ മട്ടുവോ ഒന്നും ചെയ്യരുത്, അത് നിങ്ങളെ പിടിക്കരുത്. അതുപോലെ അവർ നിലത്ത് നോക്കി നടക്കുക, നിലത്തെങ്ങാനും അവരുണ്ടെങ്കിൽ അവരെ കൊല്ലരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. വളരെ കൺസർവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അമേരിക്കയിൽ മറ്റാരും കാണിക്കാത്ത കാണാപ്പുറങ്ങൾ തേടി മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. താങ്ക് യു.